ഹായ് വെൽക്കം ടു പബീഷ് കാശി വ്ളോഗ്. ഇന്ന് ഞങ്ങൾ കോഴിക്കോട് പുറക്കാട്ട് എന്ന സ്ഥലത്താണ് എരുന്ത് പിടിക്കാൻ വേണ്ടി പുഴയിലേക്ക് വന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പുഴ. ഇപ്പോൾ ഈ വഴിക്കാണ് നമ്മൾ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വഴിക്ക് പുഴ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. പുഴയിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല എന്താ പറയുക, വെള്ളം ഇങ്ങനെ കാലിലിങ്ങനെ നടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേക ഫീലിങ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ആക്ച്വലി പ്ലാനൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ കക്ക വാരണം എന്നുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. അതായത് കക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ എരുന്ന് കേട്ടോ പറയുന്നത്. അപ്പോൾ എരുന്ന് ചേർക്കാൻ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങോട്ട് ബൈക്ക് എടുത്ത് പോയതാണ്. അപ്പോൾ ഉച്ച സമയമായിരുന്നു. അതുകൊണ്ട് എന്താ ഒരു നല്ല വെയിലുണ്ട്, അപ്പോൾ നല്ല കാറ്റുമൊക്കെ അടിക്കുന്നുണ്ട്. വെള്ളം ഇറക്കാണ്. ഫാൻ്റെ നെറ്റാണിത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ പരിപാടി. പക്ഷേ മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ നല്ല ആയുണ്ടാവും. അവൻ കാണിച്ചത് വഴിക്കാണ് തോന്നുന്നത്. അവൻ കുറവ് അടിപൊളി സീനറിയാണ്. അപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ കുറച്ച് കാഭാഗം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നെഞ്ച് ലെവലിലുള്ള വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം വല്ലതും കിട്ടുമെന്ന്. ആളിയാ ആവ് എടുത്തോ. നമ്മളെ നെറ്റ് നെറ്റ് നമ്മുടെ അടുത്തുണ്ട്, പിന്നെ ഒരു കവറും ഉണ്ട്. മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. കവറിലോട്ടാണ്. എങ്ങനെ പിടിച്ച എന്നത് കഴിയുമെന്ന് അറിയില്ല. കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. ഇതാണ് സാധനം. ഇതാ നമ്മളെ കക്കയിറച്ചി. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് എരുന്തെന്നാ പറയുന്നത്. ഇതാ അങ്ങനെ ദില്ലുവിന് പിന്നെയും കിട്ടിയിരിക്കുകയാണ്. ഇടുമോനെ ഇതിലോട്ട്. കിടക്കിടക്ക് അയ്യോ. വെള്ളം ഏകദേശം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. വെള്ളം വേലിക്കുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ നിന്ന് ആ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് വെള്ളം. ഞാൻ ഈ കക്ക വരുന്നതിനെക്കാട്ടി കൂടുതൽ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ്. കാരണം ഈ പുഴയിലൊക്കെ ഇറങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ ഇങ്ങനൊരു ചാൻസ് കിട്ടിയ സമയത്ത് പുഴയിലൊക്കെ ഇറങ്ങി ശരിക്കും അടിച്ചു പൊളിച്ചു. അപ്പോൾ എനിക്ക് കക്കനെക്കാട്ടി കൂടുതൽ ഇൻട്രസ്റ്റ് പുഴയിലൊക്കെ ഇറങ്ങി ഒന്നിങ്ങനെ കുളിക്കുക, അങ്ങനെയൊക്കെ ഒരു സംഭവമായിരുന്നു. കക്ക വാരുകയെന്ന് ഒരു വളരെ ഈസി ആയ ഒരു പരിപാടിയാണെന്നാണ് ആദ്യം ഞാൻ ഓർത്തത്, അല്ലെങ്കിൽ ഞങ്ങൾ ഓർത്തത്. പിന്നെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി കക്ക വാരൽ വളരെ സിമ്പിളായ കാര്യമില്ല എന്ന്. അപ്പോൾ നമ്മുടെ ദില്ലും മച്ചാൻ ഓൾമോസ്റ്റ് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് എൻ്റെ കളികളാണ്. ഞാൻ എത്ര കിട്ടും നോക്കട്ടെ. ഞാൻ നേരത്തെ ഒരുപാട് കളിച്ചിരുന്നു, അപ്പോൾ ഒന്ന് വീഡിയോ പിടിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ദില്ലു ഏകദേശം ഒരു കവറിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണെന്നുള്ളത് എൻ്റെ വക ഞാൻ കുറച്ച് നോക്കട്ടെ. നേരത്തെ വീഡിയോയിൽ പിടിക്കാൻ പറ്റില്ല പറഞ്ഞല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ നോക്കട്ടെ. 1 മണിയോളമായി സമയം ഒരുപാട് കഴിഞ്ഞ്. ഉച്ചയ്ക്ക് ഇവരുടെ ടൈം പാസിന് ഇറങ്ങിയാണ്. നോക്കുക. ഇപ്പോൾ ഇത് പിടിച്ചു. എന്താ കഥ കിട്ടുന്നുണ്ടോ? കിട്ടി. നെക്സ്റ്റ് സാധനമാണല്ലോ.
സാധനം അത്യാവശ്യം കുഴപ്പമില്ലല്ലേ? നമ്മൾ ഏകദേശം നിർത്തിയിട്ടുണ്ട്. കുറച്ച് ആദ്യം പിടിച്ചത് അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 2 മണി 2:30 സമയമുണ്ട്. ചോറൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അത് ഇന്നത്തെ പരിപാടിയോടെ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് എത്ര ഞങ്ങൾ പിടിച്ചിട്ടുണ്ടുള്ളത് അല്ലെങ്കിൽ എത്ര കക്ക എടുത്തിട്ടുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം.